എവരിവൺ, ഞാൻ ഡോക്ടർ ദേവി, കൺസൾട്ടൻറ്റ് മൈക്രോബയോളജിസ്റ്റാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ഡെങ്കി ഫീവറിനെ പറ്റിയാണ്. അതായത് മഴക്കാല രോഗങ്ങളിപ്പം അനേകം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മഴക്കാല രോഗങ്ങൾ തന്നെ രണ്ട് രീതിയിലൊക്കെ തരംതിരിക്കാം. ഒന്ന് വെക്ടർ ബോൺ ഡിസീസും മറ്റൊന്ന് ഫുഡ് വഴി അല്ലെങ്കിൽ വാട്ടർ വഴിയുള്ള വാട്ടർ ബോൺ ഡിസീസും. അപ്പോൾ വെക്ടർ ബോൺ ഡിസീസുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക വാഹിനി ഉണ്ടാകും. അതായത് ആ ഒരു അണുവിനെ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ജീവജാലത്തിൽ നിന്നും മറ്റൊരു ജീവജാലത്തിലേക്കോ സ്പ്രെഡ് ചെയ്യാനായിട്ട് അതിനൊരു വാഹിനി ഉണ്ടാകും. അങ്ങനെയുള്ളവയാണ് നമ്മൾ വെക്ടർ ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ വെക്ടേഴ്സ് പലതരത്തിലാകാം. കൊതുകാകാം, ഈച്ചയാകാം, സൺഫ്ലൈസ് ആകാം, അങ്ങനെ പലതരത്തിലുള്ള വെക്ടേഴ്സ് ഉണ്ടാകാം. അപ്പം അങ്ങനെയൊരു തരത്തിലുള്ള അസുഖമാണ് ഡെങ്കി ഫീവറും. ഡെങ്കി ഫീവർ പകർത്തുന്നത് കൊതുകാണ്. ഇപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട ഈഡിസ് ഈജിപ്റ്റിയോ അല്ലെങ്കിൽ ഈഡിസ് ആൽബോപിറ്റസോ എന്നുള്ള 2 സ്പീഷീസിലുള്ള കൊതുകുകളാണ് ഇത് പകർത്തുന്നത്. അപ്പോൾ ഈ കൊതുകുകളെ നമുക്കറിയാം, കടുവ കൊതുകുകൾ എന്നാണ് പറയുന്നത്. ഇത് ആ ഒരു ചുറ്റളവിൽ ഇത് റാപ്പിഡായിട്ട് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യും. അതിനും കാരണങ്ങളുണ്ട്. കാരണം വൺസ് ഈ കൊതുകിൻ്റെ അകത്ത് ഈ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഈ വൈറസ് ഈ കൊതുകുകളുടെ ഉള്ളിൽ കാണും. പിന്നെ അവരുടെ കുട്ടികളിലേക്ക്, അതായത് അവരുടെ നെക്സ്റ്റ് ജനറേഷനിലേക്കും ഈ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവും ഈ കൊതുകുകൾക്കുണ്ട്. പിന്നെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈഡിസ് ഈജിപ്റ്റി പോലുള്ള കൊതുകുകളെ നമ്മൾ നെർവസ് ഫീഡേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് അത് ഒരാളുടെ ബോഡിയിൽ ഒന്നിലധികം പ്രാവശ്യം കടിച്ചാൽ, ബൈറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു മീല് ഫിനിഷ് ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതിൻ്റെ ഈ ഒരു ഡെങ്കി ഫീവറിൻ്റെ സ്പ്രെഡ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് നോക്കുക. അപ്പോൾ അത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം വെക്ടർ കൺട്രോൾ മെഷേഴ്സിൽ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു സംയോജിതമായ രീതിയിൽ നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കണം. അപ്പം ആദ്യത്തേത് എൻവയോൺമെൻറ്റൽ ക്ലീനിങ് ആണ്. അതായത് ചപ്പ് ചവറുകളും അഴുക്കുകളും ഒന്നും തന്നെ കൂടിക്കിടക്കാതെ അത് പെട്ടെന്ന് നീക്കം ചെയ്യുക. മറ്റൊന്ന് വെള്ളക്കെട്ടുകൾ, അതായത് ഇങ്ങനെയുള്ള കൊതുകുകൾ വസിക്കുന്നത് ശുദ്ധജലത്തിലാണ്. ചെറിയ പാത്രങ്ങളിലും ചിരട്ടകളിലും ടയറുകളിലും തുറന്നു വെച്ചിരിക്കുന്ന മൂടിയില്ലാത്ത മറ്റെന്തിലും കെട്ടുന്ന മഴവെള്ളങ്ങൾ ഉടനെ തന്നെ മറിച്ചു കളയുകയോ കഴിയുന്നതും എല്ലാം കമത്തി വെച്ച് വെള്ളമില്ലാത്ത രീതിയിൽ ശ്രദ്ധിക്കാനും ശ്രമിക്കുക. എൻവയോൺമെൻറ്റൽ ശുചിത്വവും പ്ലസ് ഇതിൻ്റെ ആ ഒരു ഹാബിറ്റാറ്റിൻ്റെ ഇറാഡിക്കേഷനും, അതായത് അതിനെ നശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആ ഒരു നമുക്കൊരു ബ്രീഡിങ് തടയാൻ പറ്റും. പിന്നെ വേറൊരു തരത്തിൽ തടയുന്നതെന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ പ്രെഡേറ്റേഴ്സ്, നമ്മുടെ ഗപ്പി, മോളി അതുപോലുള്ള ഫിഷസൊക്കെ നമുക്ക് നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പോൺസിലും ഇതിലുമൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയും കൂത്താടികളുടെ വളർച്ച തടയാം. അതൊരു ടൈപ്പ് ഓഫ് ബയോളജിക്കൽ കൺട്രോളാണ്. പിന്നെ വരുന്നത് കെമിക്കൽ കൺട്രോൾ. അതാണ് നമ്മുടെ ഇൻസെക്ടിസൈഡ്സ്, അതായത് സ്പ്രേ ഉണ്ട്, റെപ്പലൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്രീക്വൻസി കൂടുതൽ യൂസ് ചെയ്യാത്ത തരത്തിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡൽ സ്പ്രേ ചെയ്തിട്ടുള്ള നെറ്റ്സും റെസിഡ്യുവൽ സ്പ്രേസ്, അതായത് വീട്ടിൻ്റെ അകത്തും പുറത്തുമൊക്കെ അടിക്കാവുന്ന സ്പ്രേകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കെമിക്കൽസും ഉണ്ട്, പ്ലസ് ഓർഗാനിക് സ്പ്രേസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവയും യൂസ് ചെയ്യാം. പിന്നീടുള്ളതാണ് ഇന്നത് മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കുക, മോസ്കിറ്റോ സ്ക്രീൻസ് വീടുകളിൽ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ തന്നെ വലിയ കൈയൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കിടക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഡെങ്കി ഫീവർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ആ ഒരു കട്ടിലിൽ കഴിയുന്നത് മോസ്കിറ്റോ നെറ്റ്സ് ഇടാനായിട്ട് ശ്രമിക്കുക. റെപ്പലൻസ് ക്രീംസും ഒക്കെ യൂസ് ചെയ്യാം. അപ്പം കഴിയുന്നതും ആ ഒരു സംയോജിതമായ കൺട്രോളെ ഈ കൊതുക് നിർമ്മാർജ്ജനത്തിന് സഹായം ചെയ്യുകയുള്ളൂ. അതായത് എൻവയോൺമെൻറ്റൽ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ, പിന്നെ മൊസ്കിറ്റോ ബ്രീഡിംഗ് തടയാനുള്ള മെഷേഴ്സ്. പിന്നീട് നിങ്ങൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്, ഏതൊരു ഫീവറിനെ പോലെ ഡെങ്കി വൈറസും നോർമലി വന്നു പോകുന്ന ക്ലാസിക്കൽ ഡെങ്കി ഫീവറുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സീറോ ടൈപ്പ് നമ്മളെ ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻവേഡ് ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുമ്പോൾ പനി, കണ്ണുവേദന, ശരീരവേദന, അങ്ങനെ പറഞ്ഞ് ചെറിയ ഛർദിൽ, വോമിറ്റിംഗ്, ഡയറിയ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഡെങ്കി സാധാ ഒരു ടിപ്പിക്കൽ ഫീവറിൻ്റെ രീതിയിൽ ഡെങ്കി ഫീവർ പോകും. പക്ഷേ ഇത് അപകടകാരിയാവുന്നത് എപ്പോൾ, അതായത് ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മുടെ നോർമൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് 2 തരത്തിലുണ്ട്, ന്യൂട്രലൈസിങ്ങും ഉണ്ട്, നോൺ ന്യൂട്രലൈസിങ്ങും ഉണ്ട്. ന്യൂട്രലൈസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറസിനെ നശിപ്പിച്ച് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവ. നോൺ ന്യൂട്രലൈസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറസിന് എഗനിസ്റ്റ് ആയിട്ടായിരിക്കില്ല,
അത് വേറൊരു തരത്തിലായിരിക്കും ഉണ്ടാവുന്നത്. ഒരു സെക്കൻഡ് സീറോ ടൈപ്പാണ് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ നോൺ ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ബോഡിയെ ബലഹീനമാക്കി കൂടുതൽ വിഗറസ് റിയാക്ഷൻസിന് ഒരു വഴി തെളിയിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് എൻഹാൻസ്മെൻറ്റുകൾ വരുമ്പോഴാണ് ഡെങ്കി ഹെമറേജിക് ഫീവർ, അതായത് രക്തസ്രാവം ഉണ്ടാവുക, ആഘാത വ്യവസ്ഥയോട് കൂടിയിട്ടുള്ള ഡെങ്കി ഫീവർ, അതായത് ഡെങ്കി ഷോക്ക് സിൻഡ്രോം ഉണ്ടാകുന്നതും. അപ്പോൾ അതിന് കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ട്. അതായത് അമിതമായിട്ടുള്ള ക്ഷീണം, ഛർദിൽ, നോർമൽ ഫീവർ പോലെയല്ല ഫീവർ വന്നിട്ട് ഇൻട്രാക്റ്റബിളായിട്ട് വിട്ടുമാറാതെ നിൽക്കുക, നമുക്ക് ശരീരത്തെ അതായത് ബ്ലീഡിങ് കംസ്, മോണയിൽ നിന്നുമൊക്കെ ചോര വരിക, ദേഹത്തും ചെറിയ ചെറിയ പാടുകൾ വരിക, പിന്നെ രക്തസമ്മർദ്ദം കുറയുന്ന കൊണ്ടുണ്ടാകുന്ന തലകറക്കം, നാഡിയിടിപ്പിലുള്ള കുറച്ച് ക്ഷീണം, ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർണിംഗ് സൈൻസ് ആ ഒരു പിക്ചർ ഈ ഡെങ്കി ഹെമറേജിക് ഫീവറിനും ഡെങ്കി ഷോക്കിനും ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി ഒരു തവണ നമുക്ക് ഡെങ്കി ഫീവർ വന്നിട്ടുള്ളതാണ്. പനി വീണ്ടും ഏതൊരു പനിയും ആയിക്കോട്ടെ, നമുക്കൊരു പനി വരുമ്പോൾ അത് ഏതാണെന്ന് അറിയില്ല. നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടിയാൽ മാത്രമേ ഡയഗ്നോസിസ് വഴി നമുക്കത് എന്താണ് എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഡോക്ടറോട് പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി പറയുക, എനിക്ക് എത്ര നാൾ മുമ്പ് ഡെങ്കിപ്പനി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മുൻകരുതലുകളും അതുപോലെ തന്നെ മോർ സപ്പോർട്ട്, മോണിറ്ററിങ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ ഒരു അവസ്ഥയാണ് ഡെങ്കി ഫീവറിനെ മാരകമാക്കുന്ന അവസ്ഥ. അപ്പം പ്രത്യേകം ഓൾറെഡി ഡെങ്കിപ്പനി വന്ന ഒരാളാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏതൊരു പനി വരുമ്പോഴും ഒരു സ്വയം ചികിത്സ നടത്താൻ ശ്രമിക്കാതെ തന്നെ ആദ്യം ഒരു ദിവസം വന്നു, അപ്പോൾ രണ്ടാമത്തെ ദിവസം പനി ഉണ്ടെങ്കിൽ കഴിയുന്നതും ഒരു ഡോക്ടറുടെ സഹായം തേടുക, അതെന്താണ് എന്ന് ഡയഗ്നോസ് ചെയ്യുക. ഇപ്പോൾ ഡെങ്കി ഫീവറൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയഗ്നോസിസ് വളരെ എളുപ്പമാണ്. അത് കാർഡ് ടെസ്റ്റ് ഉണ്ട്, അതായത് ഈ ഒരു ആൻറ്റിബോഡിയുടെ പ്രസൻസ് അറിയിക്കാനായിട്ട് കാർഡ് ടെസ്റ്റ് വഴി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ എലൈസ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹയർ ആയിട്ടൊരു ടെസ്റ്റാണ്. അതും 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ അറിയാം. മോളിക്കുലാർ ടെസ്റ്റുകളൊന്നും തന്നെ വേണമെന്നില്ല. അപ്പോൾ വിത്തിൻ 1 ഡേ തന്നെ നമുക്ക് ഡെങ്കിപ്പനിയുടെ നിർണയം നടത്താവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മോണിറ്ററിങ്ങും ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സംയോജിതമായ വെക്റ്റർ കൺട്രോൾ, അതായത് ഇൻറ്റഗ്രേറ്റഡ് വെക്റ്റർ കൺട്രോൾ മാനേജ്മെൻറ്റ് വഴി നമുക്ക് കൊതുകുകൾ പെരുകുന്നതും തടയാൻ പറ്റും. അപ്പോൾ അതുവഴി ഡെങ്കി മാത്രമല്ല, ചിക്കൻ ഗുനിയ, വെസ്റ്റ് നൈൽ, സിക്ക വൈറസ്, ഇങ്ങനെ പല തരത്തിലുള്ള പനികളും നമുക്ക് തടയാം. അപ്പോൾ ഇതുപോലെ തന്നെ മഴക്കാല രോഗത്തിനെ ചെറുക്കാനായിട്ട് സാധിക്കുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.